ഇന്നൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. ഇതിനു മുന്നേ നമ്മൾ നല്ല എരിവുള്ള രീതിയിൽ മസാലയൊക്കെ അരച്ചു വെച്ചിട്ടുള്ള രീതിയിലൊക്കെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ആ രീതിയിലല്ല നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചിക്കൻ ഫ്രൈ. പക്ഷെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് അല്ല, അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലും കുറച്ച് വ്യത്യസ്തമായ ടേസ്റ്റിലുമാണ് നമ്മൾ ചെയ്യുന്നത്. കാണുമ്പോൾ ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ ഫ്രൈ നമുക്ക് 2-3 രീതിയിൽ ചെയ്യാം. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ രീതിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ചിക്കൻ വാങ്ങിച്ചു. അപ്പോൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെയോ വീട്ടിലുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും ഒക്കെ 2-3 പീസ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും അന്വേഷിച്ചു പോകണ്ട, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതി, ആ രീതിയാണിത്. ഈ രീതിയിൽ നിങ്ങൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ ഇതൊക്കെയാണോ ഇതിൽ ചേർക്കുന്നത്, ഇതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിലാകുമോ എന്നുള്ള സംശയമൊക്കെ നിങ്ങൾക്ക് വരാം. പക്ഷെ ഉണ്ടാക്കി കഴിച്ചു കഴിയുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവും ആ ടേസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ അധികം വിശേഷമൊന്നും പറയാതെ നമ്മുടെ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു 5 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ പാഴ്സ്ലിയോ റോസ്മേരിയോ തൈമോ ഏതാണോ ഉള്ളത് അത് യൂസ് ചെയ്യാം. ഇറ്റാലിയൻ ഹെർബ്സ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പാഴ്സ്ലി ആണ്. അതുപോലെ തന്നെ പാലെടുത്തിട്ടുണ്ട് 1 കപ്പ്. പിന്നെ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത്, മുട്ട, മുളക് പൊടി, വെളുത്തുള്ളി, ചെറുനാരങ്ങ, ഇഞ്ചി. പിന്നെ നിങ്ങൾ ചിക്കൻ എടുക്കുമ്പോൾ ബോൺലെസ് പീസ് ആയാലും വിത്ത് ബോൺ ആണെങ്കിലും കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്യുക. ഞാനിപ്പോൾ ലെഗ് പീസ് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും വലിപ്പമുള്ള പീസൊക്കെ ആയിട്ട് എടുത്താലും മതി, ഇതിലും ചെറിയ പീസായിട്ട് എടുക്കരുത്. ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിപ്പോൾ 5 പീസ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ, ഇത് ബട്ടർ മിൽക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കേക്കൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ പാലൊഴിക്കുക. ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സീഡ്സ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ബട്ടർ മിൽക്ക് ആയി വരും. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല. ഇപ്പോൾ ഇത് 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മുറിച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ ബട്ടർ മിൽക്ക് റെഡിയാക്കിയിട്ട് ഇത് കണ്ടോ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ പൊടിയായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്, അത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൽ 2-3 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി പൗഡർ ഉണ്ടല്ലോ, ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പോൾ പെരിഞ്ജീരകം തരിതരിപ്പായിട്ട് പൊടിച്ചതാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ മുളക് പൊടി, സാധാരണ എരിവുള്ള മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡർ അല്ല. കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ടെങ്കിൽ കളർ മാറിപ്പോവും, അതുകൊണ്ടാണ് ഞാൻ എരിവുള്ള മുളക് പൊടി ചേർത്തത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പാഴ്സ്ലി. ഇത് നിങ്ങൾക്ക് ഇറ്റാലിയൻ ഹെർബ്സ് ഏത് വേണമെങ്കിലും ചേർക്കാം. മിക്സഡ് ആയിട്ടുള്ള ഹെർബ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ മിക്സഡ് ഹെർബ്സിൻ്റെ ആ ഒരു മിക്സ് ചേർക്കാം. ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ടയും കൂടി ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ മുട്ട ഉണ്ടെങ്കിൽ കോട്ടിങ് കറക്റ്റായിട്ട് പിടിച്ച് നിൽക്കുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ മുട്ട ചേർക്കുന്നത്. പിന്നെ ഇത് 2-3 രീതിയിൽ ചെയ്യാം കേട്ടോ ഈ ഒരു ചിക്കൻ ഫ്രൈ. നമുക്കിപ്പോൾ കോൺഫ്ലെക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ഓട്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. ഇതിലേക്ക് ഇനി നമുക്ക് ചിക്കൻ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കണം. അതുപോലെ ഒരു ബൗൾ എടുക്കുക. നിങ്ങൾ എടുക്കുമ്പോൾ ചിക്കൻ വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് മസാലകളും എല്ലാം ഉള്ളിലേക്ക് കയറിക്കോളും.
ഇനി ഇത് നമ്മൾ 3.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഓവർനൈറ്റ് വയ്ക്കുന്നില്ല, ഞാൻ 3.5 മണിക്കൂർ വയ്ക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനോട് അത്ര താല്പര്യമില്ല. നിങ്ങൾക്കിപ്പോൾ സൺഡേ റെഡിയാക്കാനാണെങ്കിൽ സാറ്റർഡേ രാത്രി ഇതെല്ലാം റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിത് 3.5 മണിക്കൂറാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കവർ ചെയ്തിട്ട് വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ. ഇതിപ്പോൾ നിങ്ങൾക്കൊരു ലിഡ് വെച്ചിട്ട് കവർ ചെയ്യാം. ഞാനിപ്പോൾ ക്ലീൻ ഫിലിം വെച്ചിട്ട് കവർ ചെയ്ത് വെക്കുന്നൊന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കനിലേക്ക് മറ്റുള്ള സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഫ്രിഡ്ജിൽ പല കറികളുണ്ടാവും, പല സാധനങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളൊരു സവോള മുറിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു സ്മെല്ല് ഇതിലേക്ക് പിടിക്കരുത്. അത് മാത്രമാണ് നമ്മൾ ഈ ഒരു കവറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, കറക്റ്റായിട്ട് കവറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം. 3.5 മണിക്കൂറിന് ശേഷം അരമണിക്കൂർ എടുത്ത് പുറത്ത് വയ്ക്കുക. ഇതിൻ്റെ തണുപ്പ് മാറി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അരമണിക്കൂർ കൂടി കഴിഞ്ഞ് ടോട്ടൽ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കോൺഫ്ലേക്സോ ഓട്സോ ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. ഈ രീതി തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. കുറച്ചൊരു വലിയ ബൗൾ എടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ പൊടികളെല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ എടുത്ത് ഡിപ്പ് ചെയ്യാൻ പറ്റുന്ന ബൗളായിരിക്കണം. ഇതിലേക്ക് ആദ്യം മൈദപ്പൊടിയാണ് ചേർക്കുന്നത്, അതുപോലെ തന്നെ കോൺഫ്ലവർ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടി, അധികം വേണ്ട. കുരുമുളക് പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ലൈറ്റായിട്ട് കിട്ടണം. പക്ഷേ നമ്മൾ മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ മുളക് പൊടിയുടെ ആ ഒരു കളറും വരണം. അപ്പോൾ കുരുമുളക് പൊടി അധികം ചേർത്തിട്ടുണ്ടെങ്കിൽ കളർ മാറിപ്പോവും, അങ്ങനെ ഒരു പ്രശ്നവും കൂടി ഉണ്ട്. അപ്പോൾ ഞാനൊരു 2 പിഞ്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. സാധാരണ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ അല്ല. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണെങ്കിൽ കളർ മാറിപ്പോവും. അതുപോലെ തന്നെ മല്ലിപ്പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്നത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഇടയ്ക്ക് കടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാനും കൂടിയാണ് നമ്മൾ ഇതുപോലെ ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഈ പൊടികൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഓൾറെഡി ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ. ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ പൊടികളും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് വെച്ചതാണ്, തണുപ്പ് മാറി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ബാറ്ററിൽ നിന്ന് ചിക്കൻ പീസ് എടുത്ത് ഒന്ന് പൊക്കി പിടിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ബാറ്റർ നമ്മുടെ ഈ പൗഡറിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് പിടിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് ഇതിലേക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ സൈഡിലും കോട്ടായി വരണം. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നമ്മളൊന്ന് കോട്ട് ചെയ്തെടുത്തു. ഇനി വീണ്ടും ഈ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടി കോട്ട് ചെയ്തെടുക്കണം. എല്ലാ സൈഡും കറക്റ്റായിട്ട് കോട്ടായി വരണം. കണ്ടോ, അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ചിക്കൻ പീസും കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നന്നായിട്ട് എണ്ണ വെച്ചാൽ ചിക്കൻ നന്നായി മുങ്ങി കിടക്കുള്ളൂ എണ്ണയിൽ. ഇനിയിപ്പോൾ നമ്മൾ കോട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. 2 പീസാണ് ഒരു സമയത്ത് ഫ്രൈ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ചെറിയ പാനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഒരുമിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പിന്നെ ഫ്ലെയിം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിം ആയി പോകരുത്, ചിക്കൻ്റെ ഇൻസൈഡ് കുക്കാവില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ടിട്ട് കുറച്ച് സമയമായി. നമുക്കിനിപ്പോൾ അത് അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിടാം. ഇത് നമ്മൾ KFCന്ന് വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഹൈ ഫ്ലെയിമിൽ തന്നെ നല്ല ടെമ്പറേച്ചറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ആ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് കുക്ക് ആകാത്തതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം കുറച്ച് വയ്ക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് സമയമായിട്ട്
ലോ ഫ്ലെയിമിലായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ്. ഇത് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. വീണ്ടും ഞാനൊന്ന് തിരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം കുറയ്ക്കുകയാണ്. ഈ ഒരു കുക്കിങ്ങിൽ മാത്രമാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴാണ് ഈ ഒരു ടെമ്പറേച്ചർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്നുകൂടി നമുക്ക് തിരിച്ചിട്ടതിന് ശേഷം എണ്ണയിൽ നിന്ന് മാറ്റാം. നിങ്ങൾ ഈ കളറ് ശ്രദ്ധിക്കുക, കളറും അല്ലാതെ അങ്ങ് മാറിപ്പോവരുത്. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ഒരു കളറാകുമ്പോൾ മാറ്റാം. കണ്ടോ, നമുക്കിതൊരു കിച്ചൺ പേപ്പറിലേക്ക് മാറ്റാം. എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക, കൈവിട്ട പോരുത്, എണ്ണ തെറിക്കരുത്. ഇതിപ്പോൾ ഇരുന്നിട്ട് ഒന്നുകൂടി ഒന്ന് കളർ ചേഞ്ച് ആയി വരും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടില്ല. അടുത്തത് ഞാനിപ്പോൾ 3 പീസ് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പീസ് നമ്മൾ എടുത്തിരുന്നത് ചെറുതായിരുന്നു. അപ്പോൾ അത് 3 പീസും ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഹോം മെയ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യുമ്പോഴാണ് ഇതുപോലെയുള്ള ഫ്ലേക്സ് വരുന്നത്. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർ ഗാർലിക് പൗഡറും അതുപോലെ തന്നെ ഓട്സും എല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് വേറൊരു ദിവസം ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ കുട്ടികൾക്ക് വെക്കേഷൻ വരാൻ പോവാണ്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഇപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിക്കുകയാണെങ്കിൽ 2-3 പീസ് ഫ്രൈ ചെയ്തെടുക്കുന്ന രീതി ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ മയണൈസും ടൊമാറ്റോ സോസുമാണ് സെർവ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയുക, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങൾ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമ്മുടെ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് എന്ന ഐക്കണിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇൻസൈഡ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ നൈഫ് കൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കട്ടായി വരുന്നുണ്ട്. ഇപ്പോൾ ഇതുണ്ടോ, ഇൻസൈഡ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക.